ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് ഡ്രോപ്പിംഗ് ദി സബ്ജക്ട് താറ്റ്ഫുള്ളി ആൻഡ് കണ്ടിന്യൂയിങ് വിത്ത് അനദർ ടോപ്പിക്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടോപ്പിക് നമ്മൾ എങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ട് വേറെ ടോപ്പിക്കിലോട്ട് നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതൊട്ട് ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് നോക്കാം. ഡ്രോപ്പിംഗ് ദി സബ്ജക്ട് താറ്റ്ഫുള്ളി ആൻഡ് കണ്ടിന്യൂയിങ് വിത്ത് അനദർ സബ്ജക്ട്. സംസാരിക്കുന്ന വിഷയം തന്ത്രപരമായി നിർത്തി മറ്റൊരു വിഷയം തുടർന്ന് സംസാരിക്കൽ. ഡിസ്കസിങ് ടോപ്പിക്, വിഷമങ്ങൾ സംസാരിക്കൽ. I do not fully agree with you, but only to some points. Okay. ഞാൻ നിന്നോട് പൂർണ്ണമായും യോജിക്കുന്നില്ല, ചില വസ്തുക്കളോട് മാത്രം യോജിക്കുന്നു. എന്താ? But you are moving away from the point of discussion. Okay, let's conclude now. എന്നാൽ താങ്കൾ ചർച്ചയുടെ മർമ്മമായ സംഗതിയിൽ നിന്ന് അകന്നു പോകുന്നു. ശരി, നമുക്ക് ഇപ്പോൾ അവസാനിപ്പിക്കാം. Anyhow, we have come to the point. Agree. എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച വസ്തുതയിലെത്തി യോജിക്കുന്നില്ല. Concluding the topic, വിഷയം അവസാനിപ്പിക്കൽ. Let's conclude this topic. നമുക്കിതിവിടെ വെച്ച് വിഷയം നിർത്താം. I don't like to continue the topic now. ഞാൻ ഇപ്പോൾ ഈ വിഷയം തുടരാൻ ആഗ്രഹിക്കുന്നില്ല. Yes, we can stop here now. ശരി, നമുക്കിപ്പോൾ ഇവിടെ വെച്ച് നിർത്താം. Why can't we go to town now? എന്തുകൊണ്ട് നമുക്കിപ്പോൾ പട്ടണത്തിൽ പോയിക്കൂടെ? Okay, let us stop discussing. We can have our meals now. ശരി, നമുക്ക് ചർച്ച ചെയ്യുന്നത് നിർത്താം. നമുക്ക് ഇപ്പോൾ ഭക്ഷണം കഴിക്കാം. What is the next plan? എന്താണ് അടുത്ത പദ്ധതി? Now listen to me. I have a new plan. ഞാനിപ്പോൾ പറയുന്നത് ശ്രദ്ധിക്കൂ. എനിക്ക് പുതിയ ഒരു പദ്ധതിയുണ്ട്. All right, then we are too late now. എന്നാൽ ശരി, നാം ഇപ്പോൾ വളരെ ഏറെ വൈകിയിരിക്കുന്നു. Right time is too late, isn't it? ശരിയാണ്, സമയം ഏറെ വൈകിയിരിക്കുന്നു, അല്ലേ? Now what about our next program? എന്താണ് ഇപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി? അപ്പോൾ ഇതാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. പിന്നെ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ക്ലാസ്സുകൾ വന്നിട്ട് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ വിളിക്കുമ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ അപ്പം ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാകും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കാം. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.